നിങ്ങൾ ഈ കാണുന്നത് മടത്തമ്പടി അമ്പലത്തിൽ നിന്ന് പഞ്ചുരുളി തെയ്യത്തിൻ്റെ കുളിച്ചുവരവാണ്. ഇത് കഴിഞ്ഞപാട് പാറന്തട്ട തറവാട്ടിലേക്ക് തെയ്യം ഓടി വരും. അപ്പോൾ ഈ മടത്തമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പേ 41 ദിവസത്തെ വ്രതവും കഴിഞ്ഞിട്ട് തോത് വരുന്ന സമയത്ത് തൊവുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു തറവാടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് തറവാടിൻ്റെ പഴയ ഫോട്ടോ ആണ്. ഇപ്പോൾ തറവാട് ഫുള്ള് പൊളിച്ചിട്ട് പുതുതായി കെട്ടിക്കൊണ്ട് വെക്കുവാണ്. ഈ തറവാടിൻ്റെ പേരാണ് വടക്കേ തലക്കെ തറവാട്. ഇവിടത്തെയും പ്രധാനപ്പെട്ട തെയ്യം എന്ന് പറയുന്നത് പഞ്ചുരുളിയാണ്. പഞ്ചുരുളീൻ്റെ തറ വരുന്നത് കാവിൻ്റെ അകത്താണ്. ഇതെന്ന് പറയുമ്പം തറവാടിൻ്റെ ഒന്നിച്ചെന്നില്ല കാവാണ്. ഇവിടെ പഞ്ചുരുളി കൂടാണ്ട് കുണ്ടോർ ചാമുണ്ടിയും ഭൂതവും ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ പുറത്തായിട്ട് കുളിയനും വരും. തറവാട്ടിൽ 3 അറയാണ് വരുന്നത്. അതിൽ കൊട്ടിലകത്ത് പൂമാരിതൻ, പടിഞ്ഞാറ്റയിൽ കുറത്തി, മറ്റേ അറയിൽ തൊണ്ടച്ചൻ. ഈ തറവാടും പാറന്തട്ട തറവാടും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇവിടുത്തെ ഒരാളവിടെ കർമ്മിയായിട്ട് എപ്പോൾ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പഞ്ചുരുളി തെയ്യത്തിൻ്റെ കുളിച്ചുവരവ് അവരിവിടെ വന്നിട്ട് തോന്നിട്ടാന്ന് പോലെ. തറവാടിൻ്റെ പണി തോന്നിട്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും അത് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇവിടെ അടുത്ത തെയ്യം ഉണ്ടാവും. ഇവിടെ അവസാനം തെയ്യം ഉണ്ടായത് 2007-നാണ്. പുതുക്കി പണിതോടെ തന്നെ പുനരുദ്ധാരണം, പ്രതിഷ്ഠ, അതിനോട് സംബന്ധിച്ച് ഉത്സവവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അന്നേരം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.